അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് യുദ്ധഭൂമിയിലെ ഭടന്മാർ ബനാനയും അവക്കാഡോയാണ്. ഞാനിതുകൊണ്ടൊരു സ്മൂത്തി ഉണ്ടാക്കാൻ പോവാണ് വിത്ത് ആൽമണ്ട് മിൽക്ക്. ബിക്കോസ് ഇവിടെ കുറേ അധികം പഴുത്ത അവക്കാഡോ ഇരിക്കുന്നുണ്ട്. ബനാനയും ഓൾമോസ്റ്റ് സ്പോയിലാകാറായി. അപ്പോൾ നോക്കിയും കണ്ടും ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഗ്രോസറീസൊക്കെ ചിലപ്പോൾ ചീത്തയായി വേസ്റ്റായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്മൂതിയാണ് ഇന്നത്തെ താരം. ഒന്നുമില്ല, ഇതെല്ലാം കൂടെ അങ്ങ് മിക്സിയിലിട്ടൊരൊറ്റ കറക്ക്. ദാറ്റ്സ് ഓൾ. നമ്മുടെ സ്മൂത്തി ഒന്നും ഉണ്ടാക്കാൻ ഒരുപാട് നേരമൊന്നും വേണ്ട. അതായത് ഇങ്ങനെ മിക്സിയിലിട്ടൊരു കറക്ക് കറക്കി കഴിഞ്ഞാൽ റെഡിയായി. എങ്ങനെയുണ്ട്? അങ്ങനെയല്ല, അതുകൊണ്ട് എങ്ങനെയുണ്ട്? സാധാരണ പാലിലുണ്ടാക്കുന്ന അത്രയില്ലല്ലേ? കുഴപ്പമില്ല. സോ ആൽമണ്ട് മിൽക്ക് ഉള്ളവർക്ക് ആൽമണ്ട് മിൽക്കിൽ ട്രൈ ചെയ്യാം, ഇല്ലാത്തവർക്ക് സാധാരണ മിൽക്കിൽ ട്രൈ ചെയ്താൽ മതി. സോ ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബെഞ്ചമിൻ ഡെലീഷ്യസായി അകത്തേക്ക് വിടുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുപ്പാൻ പറ്റാത്തതുകൊണ്ട് കഴിക്കുന്നൊന്നുമല്ല കേട്ടോ, നല്ലതാണ്. ഇന്ന് നമ്മുടെ ഞാൻ ഇന്നത്തെ എൻ്റെ ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ഹലോ, ദിസ് ഈസ് സോനു ബെൻ വിത്ത് മൈ ലിറ്റിൽ ബെനി എന്ന് പറയാൻ ബെനി ചൈൽഡ് കെയറിൽ പോയിരിക്കുകയാണ്. ഓക്കെ, ഇത് ഒരു സ്ഥിരമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. എനിക്ക് കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, അത് ഈ ഡ്രസ്സ് കണ്ടാൽ അറിയാം. എൻ്റെ ഈ ഒരു ഭാഗത്തെ ബെല്ലിയിൽ ഒരു 1/2 ഇഞ്ചൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു മാറ്റം ഞാൻ കാണുന്നുണ്ട്. മറ്റുള്ളവർ എങ്ങനെ കാണുന്നു എന്നത് എനിക്ക് വിഷയമേ ഇല്ല, ബട്ട് ഐ ക്യാൻ ഫീൽ ഇറ്റ്. പിന്നെ ഞാൻ ഇന്നൊരു ചിക്കൻ കറി വെക്കാൻ പോവാണ്. ചിക്കൻ കറി വെക്കുന്നതിൻ്റെ കാരണം എന്നാന്ന് പറഞ്ഞാൽ, ഞാൻ കുറേ ദിവസമായി ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് കുക്കിംഗ് ട്രൈ ചെയ്തിട്ട്. കാരണം ഒന്നാമത് കുക്ക് ചെയ്യാനുള്ള എളുപ്പവും പിന്നെ അധികം സ്പൈസസ് ഒന്നും യൂസ് ചെയ്യേണ്ട അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരു കൊച്ച് എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്കൊരു ചിക്കൻ കറി വെച്ച് തരുമോ? കാരണം അവൾക്ക് ജോലി കിട്ടി, അവൾ വേറൊരു സ്ഥലത്തേക്ക് ഇച്ചിരി ദൂരെയാണ്. അപ്പോൾ ഡെയിലി പോയി വരുമ്പോഴത്തേക്ക് വൈകുന്നേരം കഴിക്കാനായിട്ട് വരുമ്പോൾ ഒന്നുമില്ല. സോ ഒരു ചിക്കൻ കറി ഒരാഴ്ചത്തേക്ക് ഉണ്ടെങ്കിൽ ഫ്രീസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അവൾക്ക് അത് 1 വീക്ക് മാനേജ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഓക്കെ വെച്ച് കൊടുക്കാം. പിന്നെ അവൾ എപ്പോഴും ചിക്കൻ കറി വെച്ചാലും ഫ്ലോപ്പാണ്. അപ്പോൾ എന്നെക്കൊണ്ട് ഒരു ചിക്കൻ കറി വെപ്പിക്കാനായിട്ട് അവൾ ആ ദൗത്യം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ബെഞ്ചമിൻ കുറച്ച് ചിക്കൻ ബ്രസ്റ്റൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ചിക്കൻ കറി വെക്കാൻ പോവാണ്. ദിസ് ഈസ് ദ ചിക്കൻ ബ്രസ്റ്റ്. ഓക്കെ, കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വെക്കുന്നുണ്ട്, എനിക്കും കൂടെ ഉപയോഗിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ചിക്കൻ കറിയുടെ പരിപാടികളങ്ങ് തുടങ്ങിയാലോ? അങ്ങനെ ഭീകരമായൊരു ചിക്കൻ കറി അല്ലെന്നല്ല വയ്ക്കാൻ പോകുന്നത്. കുറച്ച് റൈസ് ബ്രാൻ ഓയിൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. ഇത് കണ്ടോ, ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല. എനിക്ക് ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല ഒരു വികാരമാണ്. കാരണം എൻ്റെ അമ്മ എപ്പോഴും നാട്ടിൽ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല ഉപയോഗിച്ചിട്ടാണ് ചിക്കൻ കറിയൊക്കെ വെക്കാറ്. അമ്മ ചിക്കൻ വാങ്ങുമ്പോൾ തന്നെ അച്ചാച്ചനോട് പറയും ഈസ്റ്റേണിൻ്റെ ഒരു മസാലയും കൂടെ വാങ്ങിച്ചേക്കണേന്ന്. അപ്പം എനിക്ക് ഈ ചിക്കൻ കറി എന്ന് പറയുമ്പോഴത്തേക്ക് ഈസ്റ്റേൺ മസാല ഇട്ടല്ലേ സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. പക്ഷേ പൊതുവേ ഞാൻ ന്യൂസിലാൻഡിൽ വന്നതിന് ശേഷം അങ്ങനെ ഒന്നുമില്ല, സ്വന്തമായിട്ട് മസാല പൊടിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. ബട്ട് ഇത്തവണ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ എനിക്ക് ആവശ്യത്തിന് ഒരു 10-15 പാക്കറ്റ് എപ്പോഴെങ്കിലും ഒരു നൊസ്റ്റു തോന്നുമ്പോൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈസ്റ്റേൺ ചിക്കൻ മസാലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല ഇട്ടിട്ടുള്ള കറിയാണ് വെക്കാൻ പോകുന്നത്. ഇതിങ്ങനെ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ചിക്കൻ കറിയൊന്നും ആവത്തില്ല, തട്ടിക്കൂട്ടാണ്. ബട്ട് ഷുഡ് ബി ഡെലീഷ്യസ്.
അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സാധാരണ ആൾക്കാർ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആദ്യമേ വഴറ്റും, പിന്നെ അതിനകത്തേക്ക് സവോള ഇടും, വഴറ്റും. ഞാൻ അങ്ങനത്തെ പരമ്പരാഗതമായ ഒരു മാർഗവും പിന്തുടരാറില്ല. എനിക്ക് തോന്നുന്നതൊക്കെ വെട്ടിക്കൂട്ടി അങ്ങ് ഇടും. നന്നായി. കുറച്ചൊരു മൂടി വയ്ക്കാം, വാടട്ടെ അവിടെ ഇരുന്ന്. ലഞ്ചിൻ്റെ സമയമായിട്ടുണ്ട്. ചിക്കൻ കറിയും ബെഞ്ചമിന് വീറ്റ് മീലിൻ്റെ ബ്രെഡുമാണ്. പിന്നെ കുറച്ച് എന്താ പറയുക, വെള്ളക്കടലയുടെ സാലഡും ഉണ്ട്. ഞാൻ ഗ്ലൂട്ടൻ ഫ്രീ ബ്രെഡാണ് കഴിക്കുന്നത്. ഹായ്, ദിസ് ഇസ് സോനുബൻ. ഇന്ന് ഡേ 8 ആണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഡേ 7ഉം ഡേ 8ഉം കൂടെ ഞാൻ ഒരൊറ്റ വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ഇന്നലത്തെ ദിവസം ഞാൻ ഡിന്നർ കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് അവക്കാഡോ സ്മൂത്തി ആയിരുന്നു, ക്യൂക്കായിട്ടൊരു അവക്കാഡോ സ്മൂത്തി ഞാൻ വീഡിയോയിൽ കാണിച്ചെന്ന് തോന്നുന്നു. ദെൻ ലഞ്ച് ബ്രെഡും ചിക്കൻ കറി ആയിരുന്നു. ചിക്കൻ കറി ഉണ്ടാക്കാനുണ്ടായ സാഹചര്യം ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഡിന്നർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയി. അപ്പോൾ അവിടെ പാർട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ സന്തോഷത്തിന് ഒരു കേക്ക് കട്ട് ചെയ്തു. അതിൽ നമ്മളും കൂടി ആ കേക്ക് കഴിച്ചു. കേക്ക് എന്ന് പറഞ്ഞാൽ അറിയാം, നല്ല കാലറി നമ്മൾ കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഡിന്നർ കഴിക്കേണ്ട, അതങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം, ഓവറായിട്ട് കാലറി കൺസ്യൂം ചെയ്യേണ്ട. കാരണം ഈ കേക്ക് കഴിച്ചു നമുക്ക് എന്ത് വേണേലും കഴിക്കാം, പക്ഷെ നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഞാൻ കേക്ക് കഴിച്ചത് കൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക, ഒരു കഷ്ണം കേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബിരിയാണി കഴിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഡിന്നർ വേണ്ടാന്ന്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഡിന്നർ റെസിപ്പിയൊന്നും കാണിക്കാനില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നും അവക്കാഡോ സ്മൂത്തി തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഉടനെ ഞങ്ങൾ പുറത്ത് പോയി. പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ചിരുന്ന ടൊമാറ്റോ റൈസിൻ്റെ ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്നു. ആ ടൊമാറ്റോ റൈസാണ് ഞാൻ ഇപ്പോൾ ലഞ്ചായിട്ട് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ കാണാം, ബൈ. ഇന്നത്തെ ഡിന്നർ സെയിം ലാക്സ് സൂപ്പ്. സൂപ്പ് അവിടെ ഇരിപ്പുണ്ടടി. പിന്നെ ഗ്രീൻ ആപ്പിൾ അവക്കാഡോ സലാഡ്, സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് സാൽമൺ ഫിഷ്. നമ്മൾ ഡിന്നർ കഴിക്കുകയാണല്ലേ. പിനി ബേബി ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ടിരിക്കുകയാണ് അല്ലേ? സൂപ്പ് കുടിക്കുകയാണോ? സൂപ്പ്, സ്വീറ്റ് പൊട്ടറ്റോ, സാൽമൺ ഫിഷ്, അവോക്കാഡോ സലാഡ്. ബേബി വേണോ? സൂപ്പ് വേണോ? ഗ്രീൻ ആപ്പിൾ വേണോ എനിക്ക്? അപ്പുറത്തുനിന്ന് കൊച്ചിനല്ലേ?